വോയിസസുമായി ബന്ധപ്പെട്ട 15ാമത് വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. ഈ 15ാം വീഡിയോയിൽ നാം സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ് പഠിക്കുന്നത്. കഴിഞ്ഞ 14 വീഡിയോകളിലായി നാം സിമ്പിൾ പ്രസന്റ് ടെൻസ് വെർബ് 1, സിമ്പിൾ പാസ്റ്റ് ടെൻസ് വെർബ് 2 എന്നീ ടെൻസുകളുമായി ബന്ധപ്പെട്ട കുറേയേറെ ആക്റ്റീവ് വോയിസുകളും പാസീവ് വോയിസുകളും ചർച്ച ചെയ്തു. ഈ 3ാം അധ്യായത്തിൽ നാം സിമ്പിൾ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട കുറേയേറെ ചോദ്യങ്ങൾ ആക്റ്റീവ് വോയിസിൽ നിന്നും പാസീവ് വോയിസ് ആക്കാൻ പഠിക്കുന്നു. നിങ്ങൾക്കറിയാം ബെയർ ഇൻഫിനിറ്റീവ് എന്താണെന്ന്. ഇറ്റൻ വെർബ് 3, എയ്റ്റ് വെർബ് 2, ഇറ്റ് ഇറ്റ്സ് വെർബ് 1. ഇവയ്ക്കെല്ലാം രൂപം കൊടുത്ത ബെയർ ഇൻഫിനിറ്റീവാണ് ഇറ്റ്. ഇതിനു മുമ്പ് പല വീഡിയോകളിലും നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഗോ, കം, പ്ലേ, ഇങ്ങനെ ആയിരക്കണക്കിന് ബെയർ ഇൻഫിനിറ്റീവുകൾ ഉണ്ട്. വിൽ, ഷാൽ എന്നിവയിൽ ഏതെങ്കിലും ഒന്നിനോടൊപ്പം ഒരു ബെയർ ഇൻഫിനിറ്റീവ് ചേർത്താൽ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് രൂപീകരിക്കാം. We can form simple future tense by using will or shall with bare infinitive form of the verb. കേട്ടോ? will, shall, be, ഇതാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഇറ്റ്, ഗോ, കം, സിംഗ്, ഫ്ലൈ, ലുക്ക് ഇവ ബെയർ ഇൻഫിനിറ്റീവ് ആണ്. ഇവയ്ക്ക് മുമ്പിൽ വില്ലോ ഷാലോ ചേർത്താൽ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ലഭിക്കും. വിൽ ഈറ്റ്, ഷാൽ ഈറ്റ്. വിൽ സിംഗ്, ഷാൽ സിംഗ്. വിൽ ലുക്ക്, ഷാൽ ലുക്ക്. ഇവയെല്ലാം സിമ്പിൾ ഫ്യൂച്ചർ ടെൻസുകൾ ആണ്. will run, shall run. Will see, shall see. Will watch, shall watch. Will beat, shall beat. Will kill, shall kill.
will, help, shall, help എല്ലാം സിമ്പിൾ ഫ്യൂച്ചർ ടെൻസുകൾ ആണ്. വില്ലിന്റെയും ഷാലിന്റെയും കൂടെ ബെയർ ഇൻഫിനിറ്റീവ് ചേർത്താൽ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആക്റ്റീവ് വോയിസ് കിട്ടും. ആക്റ്റീവ് വോയിസ് കിട്ടും. ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ എന്താണ് വേണ്ടതെന്ന് ഒരല്പനേരം കഴിഞ്ഞാൽ പറയാം. ഇതാ വിൽ, ഷാൽ, പ്ലേ. വിൽ, ഷാൽ, ബെയർ ഇൻഫിനിറ്റീവ്, പ്ലേ. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്, ആക്റ്റീവ് വോയിസ്. വിൽ, ഷാൽ, see. See, ബെയർ ഇൻഫിനിറ്റീവ്. ഇത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്, ആക്റ്റീവ് വോയിസ്. വിൽ, ഷാൽ പ്ലസ് ബി ഇ, ബി പ്ലസ് വെർബ് 3 ചേർത്താൽ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്, പാസീവ് വോയിസ്. വെർബ് 3യും വേണം, തൊട്ടു മുമ്പിൽ ബിയും വേണം, പിന്നെ വില്ലും ഷാലും. ഇങ്ങനെ വന്നാൽ പാസീവ് വോയിസ് ആയി. പാസീവ് വോയിസിൽ വെർബ് 3 വേണമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഏതൊരു പാസീവ് വോയിസിലും വെർബ് 3 വേണം. വെർബ് 3 വേണം. വില്ല്, ഷാല് പ്ലസ് ബി പ്ലസ് വെർബ് 3, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്, passive voice. Will, shall, be, verb 3. Will be taken, shall be taken, passive voice. Passive voice. Will be seen, shall be seen, passive voice. Will, shall plus be plus verb 3. Will, shall plus be plus verb 3. Will be written, shall be written, passive voice. Shall be done, will be done, simple future tense, passive voice. Shall be beaten, will be beaten, passive voice. Shall be, will be, verb 3, passive voice. Shall be, will be, verb 3, passive voice. Shall, will, be,
ആക്റ്റീവ് വോയിസ്. ഷാൽ ബി, വിൽ ബി, വെർബ് 3 പാസീവ് വോയിസ്. ഇതൊക്കെ നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരുന്നിട്ട് എന്ത് കാര്യം? എവിടെയാണ് ഷാല് ചേർക്കുക? ഐ, വി എന്നീ സബ്ജക്റ്റുകളുടെ കൂടെ നമുക്ക് ഷാൽ ചേർക്കാം. ഐ ഷാൽ ഗോ, വി ഷാൽ പ്ലേ. ഇങ്ങനെ ഐ, വി, ഷാൽ. ഐ ഷാൽ സിംഗ്, വി ഷാൽ സ്വിം. ഐ ഷാൽ പ്ലേ, വി ഷാൽ സ്ലീപ്പ്. ഇങ്ങനെ. എന്നാൽ മറ്റേത് സബ്ജക്റ്റ് വന്നാലും വിൽ, വിൽ. ഹി വിൽ, ഷീ വിൽ, ദേ വിൽ, മനു വിൽ, he will come, she will fly, they will go, Manu will sing. ഇങ്ങനെ ഐയും വിയും ഷാൽ, ബാക്കിയെല്ലാം വിൽ. യു വിൽ ലേൺ, യു വിൽ ലിസൺ, you will hear, you will walk. അങ്ങനെ he, she, they, Manu, you will. Usha will, you will, boys will, sons will. അങ്ങനെ ഉഷ will come here, you will go there, boys will enter the class, sons, my sons will have breakfast. അങ്ങനെ ഐന്റെയും വിന്റെയും കൂടെ ഷാല്, ബാക്കിയെല്ലാം വില്ല്. ഒരൊബ്ജക്റ്റ് മാത്രമുള്ള ചോദ്യങ്ങൾ പരിശോധിക്കാം. ഒരു ഒബ്ജക്റ്റ് മാത്രമുള്ള ചോദ്യങ്ങൾ പരിശോധിക്കാം. We shall sing a song. We, subject. Shall sing, simple future active voice, a song. Object, direct object. വിന്റെ കൂടെ ഷാല് വന്നു. എന്നാൽ എ സോങ് സബ്ജക്റ്റ് ആവുമ്പോൾ ഷാൽ ബി സങ് എന്നെഴുതുന്നതിനേക്കാൾ നല്ലത് വിൽ ബി സങ് എന്നെഴുതുന്നതാണ്. വിൽ, ഷാൽ, ബെയർ ഇൻഫിനിറ്റീവ് active voice. Will, shall, be, verb 3 passive voice. Will be, shall be, verb 3 passive voice. Passive voice. Shall sing, അത് പാസീവ് വോയിസ് ആക്കുമ്പോൾ ഷാൽ ബി സങ് എന്നാവും. പക്ഷേ
ഇവിടെ സബ്ജക്റ്റ് വി അല്ല, എ സോങ് ആണ്. അതുകൊണ്ട് ഷാലിനു പകരം വില്ല് ചേർക്കണം. എ സോങ് വിൽ ബി സങ് ബൈ അസ്. ഇത് പാസീവ് വോയിസ് ആണ്. ഷാൽ സിങ് ആക്റ്റീവ് വോയിസ്, വിൽ ബി സങ് പാസീവ് വോയിസ്. മനസ്സിലായോ? മനസ്സിലാവാത്തവർ മരുന്ന് കഴിക്കണം. എന്തു മരുന്ന്? വീഡിയോകൾ വീണ്ടും വീണ്ടും കാണുക എന്ന ഔഷധം കഴിച്ചാൽ മതി. അതിന് പ്രത്യേകിച്ച് ഒരു വിലയുമില്ല, ഫ്രീ ആണ്, കഴിച്ചോളൂ. ഐ ഷാൽ പ്ലേ ചെസ്. ഐ സബ്ജക്റ്റ്, ഷാൽ പ്ലേ സിമ്പിൾ ഫ്യൂച്ചർ ആക്റ്റീവ് വോയിസ്. ചെസ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസ് ആക്കുമ്പോൾ ചെസ് മുമ്പിലേക്ക് വന്നു. ഷാലിനു പകരം വിൽ ചേർത്തി. വിൽ ബി പ്ലേഡ്. വിൽ ബി പ്ലേഡ് പാസീവ് വോയിസ്. ബൈ മീ. ബൈ മീ. ചെസ് will be played by me. They will play chess. Chess will be played by them. Chess will be played by them. ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസ് ആക്കി. അടുത്ത വീഡിയോയിൽ ഒരുമിച്ച് കൂടാം. താങ്ക് യു.